നാളെ ഈ നേരത്ത് നിങ്ങളുടെ സ്ഥിതി മാറുവാൻ, അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ വേണ്ടത് യേശു നിങ്ങൾക്ക് തരും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൂത് ആവർത്തിച്ചു പറയട്ടെ, നാളെ ഈ നേരം നിങ്ങളുടെ ഇല്ലായ്മയ്ക്ക് അറുതി വരുവാൻ, അതെ, ആ ഇല്ലായ്മയെ തുടർന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും ഭയപ്പാടിനും നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും അറുതി വരുത്തുവാൻ വേണ്ടത് എൻ്റെ യേശു നിങ്ങൾക്ക് തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതേ, സർവശക്തനായ ദൈവത്തിലൂടെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അനേകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ, അതേ, സന്തോഷത്തോടെ ആവർത്തിച്ച് കേട്ടൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. പ്രിയ ദൈവദാസനെ, ഒത്തിരി ചോദ്യങ്ങൾ ഞങ്ങളുടെ കഷ്ടതയുടെ മധ്യത്തിൽ ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചത്, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് കൈത്താങ്ങായിരിക്കേണ്ടവർ, ഞങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ, ഞങ്ങളെ ബലപ്പെടുത്തേണ്ടവർ, താങ്ങി നിർത്തേണ്ടവർ ഞങ്ങളോട് ചോദിച്ച് ഞങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യം: നിന്റെ ദൈവം എവിടെ? പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം എവിടെ? ഉപവസിക്കുന്ന നിന്റെ ദൈവം എവിടെ? ഞങ്ങളെപ്പോലെ ലോക സുഖ സന്തോഷങ്ങൾക്ക് പിന്നാലെ നടക്കുവാൻ ഞാനില്ല എന്ന് പറഞ്ഞ് നീ പിന്നാലെ നടന്ന നിന്റെ ദൈവം എവിടെ? ഒത്തിരി വേദനിപ്പിച്ച ചോദ്യമാണ് ദൈവദാസനെ. ആ ചോദ്യത്തിന് മറുപടി വായ് കൊണ്ടല്ല, എൻ്റെ ജീവിതം കൊണ്ട് പറയുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതെ, ആ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒത്തിരി പേർക്ക് മറുപടി നൽകുവാൻ പോകുന്നു. കരയുന്നവരായി, തളർന്നവരായി, നിരാശ അനുഭവിക്കുന്നവരായി, നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരായി നിങ്ങളെ കണ്ടവരോട് നിങ്ങൾ വായ് കൊണ്ടല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉത്തരം പറയുവാൻ പോകുന്നു. അതേ, അവിധത്തിൽ ഉത്തരം പറഞ്ഞവർക്കൊപ്പം ചേർന്ന് സർവകൃപാലുവായ ഇങ്ങനൊരവസരം നൽകിയ കർത്താവിനെ സ്തുതിക്കുന്നു, ചേർന്ന് സന്തോഷിക്കുന്നു. ഇന്നും നിങ്ങളുടെ ജീവിതം അവിധത്തിൽ മാറുവാൻ, കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതം മാറുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യം പ്രവചനദൂതായി നിങ്ങൾ കേട്ടു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് പിന്നെയും നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളെ പ്രാപിക്കുന്നവരാക്കി മാറ്റി വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ സന്തോഷത്തെ പങ്കുവച്ച അനുഭവത്തിൽ നിന്ന് പിന്നെയും ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. പ്രാർത്ഥന ഇതായിരിക്കണം: യേശുവേ, ഇന്ന് ഈ സമയം അങ്ങയുടെ വചനം കേട്ടുകൊണ്ടായിരിക്കുന്ന ഞാൻ ആകരുത് ഈ വചന സന്ദേശത്തിനപ്പുറം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ആൾ മാറിയവനായി എന്നെ എനിക്കൊപ്പമുള്ളവർ കാണണം. എൻ്റെ ശരീരത്തിൽ മാറ്റം എനിക്ക് തിരിച്ചറിയുവാൻ കഴിയണം. രോഗികളായിരിക്കുന്നവർ ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേയും, രോഗസൗഖ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയണം. മറ്റൊരാൾ പറഞ്ഞിട്ടല്ല, എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് അനുഭവിക്കുവാൻ കഴിയണം. എൻ്റെ അവസ്ഥ മാറുന്നത്, എൻ്റെ ചുറ്റുപാടുകൾ മാറുന്നത്, എൻ്റെ സ്ഥിതി മാറുന്നത് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എന്നെ കാണുന്നവർ, അതിലുപരിയായി എന്നെ കാണുന്നവർ, അതെ, ഇവനോട് ഞാൻ ഇന്നലകളിൽ ചോദിച്ചുവല്ലോ, ഇവൻ്റെ ദൈവം എവിടെ? ഇവളുടെ ദൈവം എവിടെ? അതാ അവളുടെ ജീവിതത്തെ, അവൻ്റെ ജീവിതത്തെ ആ ദൈവം മാറ്റി, കഷ്ടകാലത്തെ മാറ്റി, കണ്ണുനീരിൻ്റെ അനുഭവത്തെ മാറ്റി, വേദനയുടെ തലകുനിയലിൻ്റെ അനുഭവത്തെ മാറ്റി എന്ന് പറയുവാൻ ഇടവരണമേ. പ്രാർത്ഥന അത് തന്നെ ആയിരിക്കട്ടെ. പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അപ്പോൾ എലീശാ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട്
കേൾപ്പീൻ. നാളെ ഈ നേരത്ത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നാളെ ഈ നേരത്ത് നിന്റെ ഉത്കണ്ഠയ്ക്ക് കാരണമായിരിക്കുന്ന ആ ഇല്ലായ്മ മാറുവാൻ വേണ്ടത് എൻ്റെ യേശു നിന്റെ കരങ്ങളിൽ തരും. അതെ, നീ ഭയന്ന ഇപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്നത് നാളെ എന്തായിത്തീരും നിനക്കറിയാം. ഈ സ്ഥിതി തുടർന്നാൽ നാളെ നീ ജോലിയില്ലാത്തവനായിത്തീരും, നാളെ വരുമാനമില്ലാത്തവനായിത്തീരും. അർത്ഥം, പലരുടെ മുമ്പിലും തലകുനിക്കുന്ന, കൈ നീട്ടുന്ന അതേ പഴയ കാലത്തിലേക്ക്, ആ ഇല്ലായ്മയുടെ പഴയ കാലത്തിലേക്ക് നീ എടുത്തെറിയപ്പെടും. ഓർത്ത് ഭാരപ്പെട്ട് നിരാശയോടെ, അയ്യോ പിന്നെയും ആ നശിച്ച ജീവിതമാണോ? നാളെ ഈ സമയം ഞാൻ വീടില്ലാത്തവളായിത്തീരും, ഞാൻ സ്വപ്നം കണ്ട് പണിത ഭവനം, ഞാൻ വാങ്ങിയ എൻ്റെ വസ്തു അത് ജപ്തിയായി പോകും, അത് ബാങ്കുകാർ കൊണ്ടുപോകും. കരയുക സഹോദരി, നീ നിന്റെ കണ്ണുനീരിന് അറുതി വരുവാൻ വേണ്ടത് നിന്റെ ഭവനം, നീ കണ്ട സ്വപ്നം, അതിനകത്ത് നീ കണ്ട ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അത് നിന്റേതല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അബ്ജത്തി നടക്കാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിനക്ക് തരും. ഒരിക്കൽ കൂടി, അജപ്തി നടക്കാതിരിക്കുവാൻ വേണ്ടത് നിന്റെ ഭവനം, നിന്റേതല്ലാതായി തീരുവാൻ വേണ്ടത് എൻ്റെ യേശു നിനക്ക് തരും. സഹോദരി, നിന്റെ മകൾ ഭർത്താവില്ലാത്തവളായി, സ്തോത്രം, യേശുവിൻ നാമത്തിൽ വിവാഹമോചിതയായി നിന്റെ ഭവനത്തിൽ വരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ യേശു നാളെ ഈ നേരം നിന്റെ ജീവിതത്തിൽ തരും. അവൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരത്ഭുതത്തെ പ്രവർത്തിക്കും. അതെ, അവൾ ഒറ്റയ്ക്കല്ല, വാരിക്കെട്ടി ഒറ്റയ്ക്ക് അവൾ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരത്തില്ല. അവളുടെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ നിന്റെ ഭവനത്തിൽ വന്ന് പാർക്കും. വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ, നാളെ ഭയപ്പാടാണ്, എന്തായിത്തീരും ഈ അവസ്ഥ തുടർന്നാൽ അറിയത്തില്ല. വലിയ ഇല്ലായ്മയുടെ അവസ്ഥയിൽ, വലിയ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ, വലിയ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ, വലിയ കഷ്ടതയുടെ അവസ്ഥയിൽ ഈ സ്ഥിതി തുടർന്നാൽ നാളെ എൻ്റെ തലമുറകളുടെ ജീവിതം നശിക്കും. അവർ ദേശത്തിൽ മദ്യപന്മാർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള പരിഹാസ വാക്കായി മാറും. അതെ, ഇന്ന് നീ ആ വാക്കുകൾ കേട്ട് വേദനപ്പെടുന്നുണ്ട്. മറ്റുള്ളവർക്ക് കുറ്റം പറയുവാൻ, മറ്റുള്ളവർക്ക് വിധിക്കുവാൻ, മറ്റുള്ളവർക്ക് പഴി പറയുവാനുള്ള കാരണമായി മദ്യപന്മാരുടെ വായിലെ പാട്ടായി നിന്റെ തലമുറയുടെ ജീവിതം മാറിയിരിക്കുന്നു. അതേ, വിശ്വസിക്കും മാതാവേ, നാളെ ഈ നേരത്ത് നിന്റെ തലമുറയുടെ ജീവിതം മാറുന്ന ഒരത്ഭുതം എൻ്റെ യേശു പ്രവർത്തിക്കും. താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് വളരെ വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കുന്ന ചില മാതാപിതാക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നാളെ നിന്റെ തലമുറകളുടെ ജീവിതം മാറുന്ന, നാളെ നിന്റെ തലമുറകൾ വാഗ്ദത്ത ദേശത്തിലെത്തുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരും. നാളെ അവരെ ഒരു കരം പിടിച്ച് മറ്റൊരു കരത്തിൽ ഏൽപ്പിക്കുവാൻ വേണ്ടത്, അതെ, ആ വിവാഹത്തിന് വേണ്ടത് എൻ്റെ ദൈവം നിന്റെ കരത്തിൽ തന്ന് നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ആ പേപ്പറിൽ സൈൻ വീഴുവാൻ പോകുക. നാളെ ഈ നേരത്ത് സൈൻ വീണ പേപ്പർ നീ കാണും. നാളെ ഈ നേരത്ത് ആ വിസ നിന്റെ കയ്യിലിരിക്കും. നാളെ ഈ നേരത്ത് ആ സന്തോഷ വർത്തമാനം നീ കേൾക്കും. നാളെ ഈ നേരത്ത് തകർന്നു പോയത് എന്ന് നീ കരുതിയത്, ലോകം പറഞ്ഞത് പണിതുയർത്തപ്പെടുന്നത്, അതേ, നിന്റെ കുടുംബ ജീവിതം പണിതുയർത്തപ്പെടുന്നത് നീ കാണും. ശുശ്രൂഷക, നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും നീ കർത്താവിന്റെ വേല ചെയ്യത്തില്ല എന്ന് ലോകം പറഞ്ഞു. ആവർത്തിച്ച് പിശാച് അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഇപ്പോഴും നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നാളെ ഈ നേരത്ത് ദൈവം നിന്റെ ചിന്തയെ മാറ്റുന്നതൊന്ന് ചെയ്യും. താങ്ക് യു ലോർഡ്. നോക്കിയേ, പ്രവചന ദൂത് ദൈവത്തിന്റെ ജനമായ യഹൂദർ കേൾക്കുകയാണ്. ആരിലൂടെ? എലീശ എന്ന പ്രവാചകനിലൂടെ. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നിങ്ങൾ എന്നിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ. ഇത് കേൾക്കുമ്പോഴും ചിലരുടെ ഉള്ളിൽ വരുന്ന ചിന്ത ഇതാണ്: ദൈവദാസനെ,
നിങ്ങൾക്കങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങളായിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഇതേ ചോദ്യം ശമര്യയിൽ നിന്ന് ഉയർന്നാലും യെഹോരാമും ദൈവത്തിൻ്റെ ജനവും ഇതേ ചോദ്യം ഉയർത്തിയാലും പ്രവാചകനും ഒരുപക്ഷേ ഇത് തന്നെ പറയും, എനിക്കറിയത്തില്ല. പക്ഷേ അറിവുള്ള ഒരുത്തനുണ്ട്, അവനാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, അറിവുള്ള ഒരുവനുണ്ട്, അവനാണ് എലീശായിലൂടെ യഹൂദയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നാളെ ഈ നേരത്ത് അവരുടെ അവസ്ഥ എന്താ? നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. ആരാം രാജാവായ ബെൻഹദദ് അതെ ശമര്യയ്ക്ക് വിരോധമായി വന്നു, ശമര്യയെ നിരോധിച്ചു. മീൻസ് ശമര്യ പട്ടണത്തിൽ നിന്ന് അകത്തുള്ളവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ ആ പട്ടണത്തെ പടയാളികളാൽ ചുറ്റി വളഞ്ഞു. എല്ലാ വശത്തും പടയാളികൾ, അകത്തുള്ളവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ. ഒരു വലിയ സ്റ്റേഡിയത്തിൽ കുടുങ്ങിപ്പോകുന്നത് പോലെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. സ്റ്റേഡിയത്തിൽ കുടുങ്ങിപ്പോകുന്നത് പോലെ. അതിനകത്ത് ചെറിയ ചെറിയ കുടിലുകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, അതിനകത്ത് ആൾക്കാരുണ്ട്, താമസിക്കുവാനുള്ള ഇടമുണ്ട്. എന്നാൽ പുറത്തോ വയലുകൾ പുറത്താണ്, മുന്തിരിത്തോട്ടം പുറത്താണ്. അർത്ഥം അകത്ത് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ആഹാരമില്ല. അകത്ത് ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവരുടെ നിലനിൽപ്പിന് വേണ്ടതൊന്നുമില്ല. നിലനിൽപ്പിന് വേണ്ടതൊന്നും ഇല്ലാത്ത വിധത്തിൽ ശത്രുക്കളാൽ ചുറ്റി വളയപ്പെട്ട ദൈവത്തിൻ്റെ ജനം, എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ. അല്ലേ സഹോദരി? ചുറ്റി വളഞ്ഞിരിക്കുക, ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ സമ്മതിക്കാത്ത വിധത്തിൽ തീർന്നു. എല്ലാം അവസാനിച്ചു. ഇനി അധിക നാളില്ല. ഇനി ഇങ്ങനെ അധിക നാൾ തുടരുവാൻ കഴിയത്തില്ല. ഇനി ഈ കഷ്ടത സഹിച്ച്, ഈ സങ്കടം ഉള്ളിലൊതുക്കി, ഇനി വേദന, അതെ ഇനി തീ തിന്ന് അധിക നാൾ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. എല്ലാം അവസാനിച്ചു. സഹായിക്കുവാൻ ആരുമില്ല, ഒപ്പം നിൽക്കുവാൻ ആരുമില്ല, വഴി പറഞ്ഞു തരുവാൻ ആരുമില്ല, ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല. അയ്യോ, നീ കരയുക. ഇന്ന് നിന്നോടാ എൻ്റെ കർത്താവ് സംസാരിക്കുന്നേ. കേൾക്ക്. നാളെ ഈ നേരത്ത് നിന്റെ വിലാപത്തിനും നിന്റെ ഹൃദയവേദനയ്ക്കും നിന്റെ കണ്ണുനീരിനും മറുപടിയാകുന്നതൊന്ന് എൻ്റെ യേശു നിനക്ക് തരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, ചുറ്റി വരിയപ്പെട്ട ശത്രുക്കളുടെ മധ്യത്തിലായിരിക്കുന്ന സഹോദര, ആ തൊഴിലിടത്തിൽ അതെ ഇനി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രുക്കളാൽ നീ വളയം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ ഒറ്റയ്ക്കായി തീർന്നിരിക്കുന്നു. നിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. കേൾക്ക്, നാളെ നഷ്ടപ്പെട്ടവനായി മടങ്ങേണ്ടി വരും. നിന്റെ ഭയം അതാണ്, നിന്റെ ഭാരം അതാണ്. ഞാൻ നഷ്ടപ്പെട്ടവനായി, ഞാൻ ഇല്ലാത്തവനായി നാളെ മടങ്ങേണ്ടി വരും. അതേ, നിന്റെ ആ ഭയത്തിന് അറുതി വരുന്നതൊന്ന് എൻ്റെ യേശു ചെയ്യുക. നീ നഷ്ടപ്പെട്ടവനായി, ഇല്ലാത്തവനായി മടങ്ങേണ്ടി വരുവാൻ, തൊഴിലില്ലാത്തവനായി മടങ്ങേണ്ടി വരുവാൻ, ഇനിയും ഒരു തൊഴിൽ അന്വേഷിച്ച് അനേകരുടെ മുൻപിൽ കൈ നീട്ടുന്നവനായി മടങ്ങേണ്ടി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, അവിധത്തിൽ ജോലി നഷ്ടപ്പെട്ടവനായി, ജോലിയില്ലാത്തവനായി നിന്റെ ഭർത്താവ് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, പിതാവേ, അതേ നീ ഭയപ്പെടുന്നത് പോലെ, നീ ഉത്കണ്ഠപ്പെടുന്നത് പോലെ പരാജയപ്പെട്ട് തലകുനിച്ച് നിന്റെ തലമുറകൾ പിന്നെയും മടങ്ങി വന്ന് ഇന്നലകളിലായിരുന്നത് പോലെ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. എനിക്കറിയത്തില്ല, ഞാൻ അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിക്കുന്നുണ്ട് നാളെ ഈ നേരത്ത്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രിയരെ, ഇന്നത്തെ ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയാ. എൻ്റെ കർത്താവ് ഈ സമയത്തെ കണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാ. സ്തോത്രം. നിന്റെ എക്സ്പീരിയൻസ് മാറുവാൻ പോകുക, നിന്റെ അനുഭവം മാറുവാൻ പോകുക. കരഞ്ഞും തളർന്നും നിരാശപ്പെട്ടും പരാതി പറഞ്ഞു നാളെ എന്തായിത്തീരും, അയ്യോ എൻ്റെ ജീവിതം എന്തായിത്തീരും, പരാതി പറഞ്ഞ് അതേ തള്ളി നീക്കിയ നിന്റെ ജീവിതത്തിന് എൻ്റെ യേശു ഇന്നൊരു മാറ്റം വരുത്തുവാൻ പോകുക. അത് മാറുവാനുള്ളത്. സ്തോത്രം. നോക്കിയേ, അവിടെ ക്ഷാമമുണ്ടായി. ബെൻഹദദ്
ആരാം രാജാവായ ബെൻഹദദ് ശമര്യയെ ഉപരോധിച്ചപ്പോൾ ക്ഷാമമുണ്ടായി. ശത്രു ചുറ്റി വളഞ്ഞപ്പോൾ അകത്ത് ഇല്ലായ്മയുണ്ടായി. വരുമാനമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, നല്ലതൊന്നുമില്ല, ആരോഗ്യമില്ല, ആരോഗ്യവും നഷ്ടപ്പെട്ടു പോയി. ചുറ്റും ശത്രുക്കളാണ്. സ്വസ്ഥതയെ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന. അല്ലേ സഹോദര, നിനക്ക് ഒരു രോഗവുമില്ല. ഡോക്ടർമാർ ഇത് എത്ര തവണ പറഞ്ഞതാ, എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് ഒരു രോഗവുമില്ല. പക്ഷേ നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന ശത്രുക്കളാൽ നീ ഭയന്ന് രോഗിയായി മാറിയിരിക്കുന്നു. സ്തോത്രം. ആ ശത്രുക്കളുടെ മധ്യത്തിൽ നിന്റെ ഭയം മാറുവാൻ വേണ്ടത് എൻ്റെ ദൈവം നാളെ ഈ നേരത്ത് നിനക്ക് തന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്നെ സൗഖ്യമാക്കി ഇന്നായിരിക്കുന്ന ആ ഒതുക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. ആ ഇല്ലായ്മ. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പിന്നെയും ചോദിക്കും, ദൈവദാസനെ, ഇങ്ങനെ ശത്രുക്കളാൽ ചുറ്റി വളയപ്പെട്ടിരിക്കുന്ന ശമര്യ നിവാസികൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതം മാറുവാൻ വേണ്ടത്, അവരുടെ അവസ്ഥ മാറുവാൻ വേണ്ടത് എവിടെ പോയി കണ്ടെത്തും? കാരണം അവരുടെ വയലുകൾ മുഴുവൻ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ ശത്രു സൈന്യം ആദ്യം ചെയ്യുന്നത് അവരുടെ വയലുകളെ നശിപ്പിക്കും, വയലുകളെ തീയിടും. നമ്മുടെ സിംസോൻ പോലും ചെയ്തത് അതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. അതെ, അപ്പോൾ വയലുകൾ നഷ്ടപ്പെട്ടു, മുന്തിരിത്തോട്ടങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനെ തകർക്കുവാൻ ശത്രു എടുക്കുന്ന ആദ്യത്തെ ആയുധം അവന് വിരോധമായല്ല, അവൻ്റെ നന്മകൾക്ക് വിരോധമായാണ്. നിന്റെ തകർച്ച കാണുവാൻ വേണ്ടി നിന്റെ വരുമാന മാർഗത്തെ ശത്രു തടഞ്ഞു വയ്ക്കുന്നു. നിന്റെ നന്മയുടെ വഴികളെ ശത്രു അടച്ചു വയ്ക്കുന്നു. നിന്റെ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം പിശാചിനറിയാം എവിടെ തൊട്ടാൽ നീ കരയുവാൻ തുടങ്ങും, എവിടെ പിടിച്ചടക്കിയാൽ നീ നിരാശയും വേദനയും അനുഭവിക്കുന്നവനായി മാറും. അവിധത്തിൽ ശത്രുവിനാൽ ബാധിക്കപ്പെട്ട്, വരുമാന മേഖലകൾ ബാധിക്കപ്പെട്ട് തൊഴിലില്ലാത്തവരായി ഞെരുക്കം അനുഭവിച്ചായിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെ, ആ ശത്രുവിൻ്റെ മധ്യത്തിൽ നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത്, അതെ, ആ വാക്ക് ഞാൻ ആവർത്തിച്ചു പറയുക, നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് നാളെ ഈ നേരത്ത് എൻ്റെ യേശു നിന്റെ കരങ്ങളിൽ തരും. ആമേൻ. അതെ, ശത്രു ആക്രമിച്ച് വയലുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, മുന്തിരിത്തോട്ടങ്ങളെല്ലാം തകർത്തിട്ടുണ്ടായിരിക്കാം. പിന്നെ എങ്ങനെ? നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ പ്രവചനം നിറവേറുന്ന കാര്യത്തിൽ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്ന കാര്യത്തിൽ ദൈവം എത്രമാത്രം ശ്രദ്ധാലുവാണ്. വെറും വാക്ക് പറയുന്നവനല്ല ദൈവം. ശമര്യരോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വാക്കുകൾ ഇന്ന് ഈ സമയം എന്നിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടത് എൻ്റെ ദൈവം ചെയ്തിട്ടുണ്ട്. നോക്കൂ, 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ശത്രുക്കൾ, അതെ, ശമര്യയെ വളയുവാൻ, ശമര്യയെ പ്രതിസന്ധിയിലാക്കുവാൻ കടന്നു വന്ന ശത്രുക്കൾ, അവർ സൈന്യമാണ്. അവർക്ക് വേണ്ട പോഷക സമൃദ്ധമായ ആഹാരം, വരുന്ന വഴിയിൽ അവർ കൊള്ളയിട്ട് കൊണ്ടുവന്ന വസ്തുവകകൾ, വസ്ത്രങ്ങൾ എല്ലാമായിട്ടാണ് അവർ വന്നത്. അവർ കൊണ്ടുവന്ന പോഷക സമൃദ്ധമായ ആഹാരം, അവർ കൊണ്ടുവന്ന കൊള്ളയിട്ട് കൊണ്ടുവന്ന സമ്പത്ത്, വസ്തുവകകൾ, വസ്ത്രങ്ങൾ. കേൾക്കണമേ, ശമര്യയുടെ ക്ഷാമം തീർക്കുവാനായി ദൈവം നൽകി. ദൂതാവർത്തിച്ചു പറയട്ടെ, നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ തകർത്ത് കളയുവാൻ നോക്കി നിൽക്കുന്ന, സാവകാശം കാത്തിരിക്കുന്ന ശത്രു പതുക്കി വച്ചിരിക്കുന്നത് നിന്റെ ഇല്ലായ്മ മാറ്റുവാനായി ദൈവം എടുത്തു തരും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എവിടെ നിന്നല്ലേ, അതെ, ആ ശത്രുവിൻ്റെ പക്കൽ അതുണ്ട്. ശത്രുവിൻ്റെ പക്കലുള്ളത് കൊണ്ട് നിന്റെ അവസ്ഥയെ മാറ്റുന്ന, നിന്റെ ഇല്ലായ്മയെ മാറ്റുന്ന ഒരു ദൈവം, അതെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ അത്ഭുതം പ്രവർത്തിക്കും. അതെ, ആ ശത്രുക്കൾ ചേർത്ത് വച്ചത് ഭക്തനായ നീ അവകാശമാക്കും. ആമേൻ. ദൂത, സ്തോത്രം.
കുറേ കാലമായി വെട്ടിപ്പിടിച്ചു വച്ചത്, ആമേൻ, നിന്നെ ഉപദ്രവിക്കുന്ന ആ ശത്രു ചേർത്ത് വച്ചത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബാക്കി പ്രാർത്ഥിച്ച് അത് പ്രാപിക്കുക. നാളെ ഈ നേരത്ത് അവരുടെ ഇല്ലായ്മ മാറുവാൻ വേണ്ടത് ഏറ്റവും സമൃദ്ധിയായി, ഏറ്റവും പോഷക സമൃദ്ധമായി, ഏറ്റവും വിലയേറിയത് അവരുടെ പാളയത്തിനകത്ത് ദൈവം നൽകി. എവിടെയോ ഒക്കെ ഉണ്ടായിരുന്നത്, ആരുടെയൊക്കെയോ കയ്യിലിരുന്നത് ഒന്ന് നോക്കിയേ. നമ്മുടെ ദൈവം എത്ര വലിയവനാ. നിങ്ങൾ കേൾക്കുന്ന ദൂത്, നിങ്ങൾ കേൾക്കുന്ന ആലോചന, എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് അത് നിറവേറ്റുവാൻ ദൈവം ഏതറ്റം വരെയും പോകും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ നിന്റെ തലമുറകളെക്കുറിച്ച് കേട്ട, നിന്റെ ഭാവിയെക്കുറിച്ച് കേട്ട, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കേട്ട ആ വാഗ്ദത്തങ്ങൾ നിന്നിൽ നിറവേറുവാൻ, അത് സാക്ഷ്യമായി നാളെ ഒത്തിരി പേർ പറയുവാൻ ദൈവം ഏതറ്റം വരെയും പോകും. ആമേൻ, സ്തോത്രം. അവരെ അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുവാൻ, നിന്റെ തലമുറകളെ അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുവാൻ, അവരെ സെറ്റിലാക്കുവാൻ, അവരുടെ ജീവിതം മാറ്റുവാൻ ദൈവം എന്തും ചെയ്യും. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ നോക്കുമ്പോൾ കാണുന്നതെല്ലാം ശത്രുക്കളാ. അയ്യോ, ഇത്രമാത്രം ശത്രുക്കൾ. നിന്റെ വളർച്ചയ്ക്ക് അവർ കാരണമായി മാറുവാൻ പോകുക. ആ സമയം വരെ, നാളെ എന്ന സമയം വരെ ശമരിയ നിവാസികൾ നിലവിളിച്ചത് ഈ ശത്രുക്കളെ ഓർത്ത. അയ്യോ, ഇത്രമാത്രം ശത്രുക്കൾ, ഇവന്മാരെല്ലാം കൂടെ ഞങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങി ഞങ്ങളെ പുറത്തു പോകുവാൻ അനുവദിക്കാതെ ദുഷ്ടന്മാർ ഞങ്ങളെ നശിപ്പിച്ച് കളയുവാനില്ലേ. ആരെ കണ്ടാണോ അവർ നിലവിളിച്ചത്, ആരെ കണ്ടാണോ അവർ ഭയന്നത്, ആരെ കണ്ടാണോ അവരുടെ നാളെ എന്തായിത്തീരുമെന്നറിയാതെ അവർ ഉത്കണ്ഠപ്പെട്ടത്, ആകുല ചിത്തരായിത്തീർന്നത്, അതേ അവരിലൂടെ തന്നെ തൻ്റെ ജനത്തിൻ്റെ നാളെ സമൃദ്ധമായി അനുഗ്രഹിച്ച ഒരു ദൈവം. ആമേൻ. ആരൊക്കെ നിനക്കെതിരായി നിൽക്കുന്നുവോ, ആരൊക്കെ നിന്നെ തകർത്ത് കളയുവാനായി ഗൂഢാലോചന നടത്തുന്നുവോ, കൂട്ടുകെട്ടുണ്ടാക്കുന്നുവോ, വിളിച്ചു പറയട്ടെ, അവരിലൂടെ തന്നെ നിന്റെ നാളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീയായിരിക്കുന്നു. അവൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ജനമായ യഹൂദ തൻ്റെ പ്രവാചകനിലൂടെ കേട്ടുകൊണ്ടിരുന്നത് പോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന ഈ ആലോചന നിവർത്തിക്കുന്നത് നിങ്ങളുടെ അറിവ് കൊണ്ടല്ല, നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടുമല്ല. എൻ്റെ ദൈവം അത് നിവർത്തിക്കുവാൻ വേണ്ടത് കരുതിയിട്ടുള്ളത് കൊണ്ടത്രേ. നിങ്ങൾ കേട്ടത് നിവർത്തിയാകുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം മാറുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അതിനുവേണ്ടി നോക്കൂ, 7-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അവരെ ഒരു ശബ്ദം കേൾപ്പിച്ചു. അവർ ഓടിപ്പോയി. നിന്റെ ശത്രുവിനെ ഓടിക്കുവാൻ ദൈവത്തിന് ഒരൊറ്റ രാത്രി മതി. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അവർ എത്ര ശക്തന്മാരായിരുന്നാലും, അവർ എത്ര പ്രഗത്ഭന്മാരും പ്രശസ്തരുമായിരുന്നാലും ഒരൊറ്റ രാത്രി കൊണ്ട്, അതെ, നാളെ നീ അവരെ കാണത്തില്ല. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്നെ ആ വീട്ടിനകത്ത് നിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ആ ശത്രുവിനെ നാളെ നീ കാണത്തില്ല. നിന്നെ കടത്തിൽ മുക്കുന്ന ആ ശത്രുവിനെ നാളെ നീ കാണത്തില്ല. നിന്റെ ഭർത്താവിന് മേൽ അവകാശം പറയുന്ന ആ ശത്രുവിനെ, സഹോദര, നിന്റെ ഭാര്യയുടെ മേൽ അവകാശം പറയുന്ന ആ ശത്രുവിനെ നീ കാണത്തില്ല. ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ചു, അവർ വന്ന വഴിയേ ഓടി. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ചിലർ ഓടുവാൻ പോകുക. ആമേൻ. നിന്റെ ശത്രുക്കളെ എൻ്റെ ദൈവം ഓടിക്കുവാൻ പോകുക. നീ ഓടിക്കുവാൻ ശ്രമിച്ചിട്ട് ഓടാത്ത ശത്രു നിനക്ക് മുൻപിൽ നിന്ന് ഓടുവാൻ പോകുക. നിന്റെ ശത്രുവിനെ നിനക്ക് മുൻപിൽ നിന്ന് മാറ്റി നിനക്ക് ജയം നൽകുന്ന ഒരു ദൈവം. അതെ, നിന്നോട് ഇന്ന് ഈ സമയവും ആവർത്തിച്ചു പറയുന്നു, നാളെ ഈ നേരം നിന്റെ ഇല്ലായ്മ മാറുവാൻ, നിന്റെ ശൂന്യത മാറുവാൻ, പ്രാവിൻ്റെ കാഷ്ടവും കഴുതയുടെ തലയും തിന്നേണ്ട ഗതികേട് വന്ന ജനത്തിൻ്റെ ഇല്ലായ്മ മാറ്റിയ ദൈവം, ശമര്യരുടെ ഇല്ലായ്മ മാറ്റിയ ദൈവം നിന്റെ ഇല്ലായ്മ മാറുവാൻ വേണ്ടത് നിന്റെ കരത്തിൽ തരും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ലൈവായി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന്
പ്രാർത്ഥിക്കുവാനും ദൈവിക വിടുതലുകൾ നിരന്തരമായി അനുഭവിക്കുവാനുമുള്ള അവസരം നിങ്ങൾക്കുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസ് ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസ് ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയോടെ തളർന്നായിരുന്നാലും അതെ, നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ആരാധനയുടെ മധ്യേ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസ് ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ പ്രൈസ് ഫാമിലിയുടെ രണ്ടാമത്തെ ആരാധന നെയ്യാറ്റിങ്കര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ താഴെ പഴയ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടുപുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻപിലായി കടന്നു വരിക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതത്തെ അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ഇതുപോലെ ഈ മെസ്സേജുകൾ അനേകരിലേക്ക് എത്തിക്കുവാനും അവർ അനുഗ്രഹിക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ഇരട്ടി പങ്ക് പ്രാപിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചു. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരിലെ രോഗികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഈ രോഗമുഖാന്തരം എൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന്, നരകവേദന അനുഭവിക്കേണ്ടി വരുമല്ലോ, മരണത്തിലേക്ക് ഞാൻ എത്തപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും ശാരീരികമായി മാനസികമായി അനുഭവിച്ച് നിരാശയോടെ ആയിരിക്കുന്ന എല്ലാ രോഗങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. അവയവങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നി പേഷ്യൻസ് സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ഡോക്ടർ പറഞ്ഞത് കേട്ട് ഭയന്നായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. പഠിക്കുന്ന മക്കൾ നല്ല റിസൾട്ടുകൾ നേടിയെടുക്കട്ടെ. ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ കർത്താവേ. നല്ല സ്വഭാവത്തിൽ മക്കൾ വളരട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ളത് കരയുന്ന മാതാപിതാക്കളുടെ കരങ്ങളിൽ നൽകി അവരെ മാനിച്ചാട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഹയർ സ്റ്റഡീസിനായി, തൊഴിലിനായി പുറത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. IELTS, പ്രോമെട്രി, OET എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിശാലതയും പച്ചപ്പുമുള്ള സമൃദ്ധിയുള്ള രാജ്യങ്ങളിലേക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ. തലമുറകളിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹമായി മാറട്ടെ. അവരുടെ മേൽ അവകാശം പറയുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. സ്തോത്രം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. മദ്യമുഖാന്തരമുള്ള എല്ലാ കലഹങ്ങളും മാറിപ്പോകട്ടെ. സംശയരോഗങ്ങൾ മാറട്ടെ. തകർച്ചകൾ മാറട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. ഭയപ്പാടും നിരാശയും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികളെ തുറക്കണമേ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകളെ ഇവരുടെ കരങ്ങളിൽ അങ്ങ് നൽകി മാനിക്കണമേ അപ്പാ. അനുഗ്രഹിക്കപ്പെട്ട നല്ല തൊഴിലുകൾ നൽകി മാനിക്കണമേ. എല്ലാ ഇല്ലായ്മകൾക്കും അറുതി വരുന്ന നല്ല തൊഴിലുകൾ നൽകണമേ അപ്പാ. കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ കർത്താവേ. സ്ഥിര വരുമാനമുള്ള ജോലികളെ നൽകണമേ. ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകന്മാർ അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വർധനമുണ്ടാകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ഷോപ്പുകൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അടിയനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നാളെ ഈ സമയം ഇവർ അത്ഭുതം കാണുമെന്ന് അടിയൻ വിശ്വസിക്കുന്നു. അടിയനൊപ്പം വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അങ്ങത് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.